സച്ചിൻ പൈലറ്റിനുള്ള വീണ്ടും വിചാരം പോലും രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയല്ലോ എന്ന് തോന്നും ഇത് കേൾക്കുമ്പോൾ. വളരെ നല്ലൊരു ഉപദേശം തകർന്നടിഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിന് നൽകിയിരിക്കുകയാണ് അദ്ദേഹം. പ്രവർത്തിക്കാൻ BJP തകർന്നടിയുമെന്ന് കാത്തിരുന്നാൽ ബാക്കിയുണ്ടാവുക കോൺഗ്രസിന്റെ ചാരം മാത്രമായിരിക്കും. കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് സച്ചിൻ പൈലറ്റ് നൽകിയിരിക്കുന്നത്. ജനങ്ങൾക്ക് BJPയെ മടുക്കില്ല. കാരണം അവർ അത്രത്തോളം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പാർട്ടിയാണ്. കോൺഗ്രസിന്റെ നഷ്ടമായ പ്രതാപം വീണ്ടെടുക്കണമെങ്കിൽ കോൺഗ്രസ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് രാജസ്ഥാൻ മുൻ മന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സച്ചിൻ പൈലറ്റ്. ജനങ്ങൾക്ക് BJPയെ മടുക്കും എന്നത് വെറും കാത്തിരിപ്പ് മാത്രമാണ്. എല്ലാ നേതാക്കളും ഇക്കാര്യം മനസ്സിലാക്കണമെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു. കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചേ മതിയാകൂ. ഇതിനായി നേതാക്കൾ മുതൽ താഴെത്തട്ടിലുള്ള പാർട്ടിയുടെ പ്രവർത്തകർ വരെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. BJP അവർക്ക് മടുക്കുന്നതുവരെ നാം കാത്തിരിക്കരുത്. ജനങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തും എന്നത് പ്രതീക്ഷ മാത്രമാണ്. അതിനു മുൻപ് ജനങ്ങൾക്കിടയിലേക്ക് പോയി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ അത് ദോഷം ചെയ്യും. ഈ വർഷം കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തിടെ നടന്ന ഡൽഹി തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കനത്ത തിരിച്ചടിയായിരുന്നു കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സച്ചിൻ പൈലറ്റിന്റെ പരാമർശം. ഇനി മുതൽ ജില്ലാ കമ്മിറ്റികളിലായിരിക്കും തങ്ങളുടെ ശ്രദ്ധ എന്ന് അടുത്തിടെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. പിന്തുടരുന്ന രീതികളിൽ നിന്നും പാർട്ടിയെ ഉടച്ചുവാക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യമെന്നാണ് സൂചന. അതേസമയം കേരളത്തിലും കോൺഗ്രസിനെ വാരി അലക്കുകയാണ് തരൂർ. കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ല എങ്കിൽ മറ്റു വഴികളുണ്ട് എന്ന മുന്നറിയിപ്പ് ശശി തരൂർ MP നൽകിയിരുന്നു. സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അവകാശത്തെ ജനം അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 4 തവണ MP-യെ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നും തരൂർ പറഞ്ഞു. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ജനം വോട്ട് ചെയ്താണ് എന്നെ വിജയിപ്പിച്ചത്. ജനം തനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൂടിയാണ് തന്നിരിക്കുന്നത്. 4 തവണ വിജയിച്ച തനിക്ക് പാർട്ടിക്ക് പുറത്തുള്ള വോട്ടുകളും കിട്ടിയിട്ടുണ്ട്. പല സ്വതന്ത്ര ഏജൻസികളും നടത്തിയ അഭിപ്രായ സർവേകളിൽ നേതൃപദവിക്ക് താനും യോഗ്യനാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. എന്റെ കഴിവുകൾ പാർട്ടി വിനിയോഗിക്കണം. സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ പാർട്ടിയിൽ എത്തിയത് എന്നും തരൂർ പറഞ്ഞിരുന്നു. കോൺഗ്രസിലെ ഒരു പ്രധാന നേതാവിന്റെ അഭാവമുണ്ട്. പാർട്ടി അടിത്തട്ടിൽ നിന്ന് തന്നെ വോട്ടർമാരെ ആകർഷിക്കണമെന്നും തരൂർ പറഞ്ഞു. നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസ് 3-ാം തവണയും കേരളത്തിൽ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്നും തരൂറിന്റെ മുന്നറിയിപ്പ്. ഘടകകക്ഷികൾ തൃപ്തരല്ല എന്നും ദേശീയ തലത്തിലും കോൺഗ്രസിന് തിരിച്ചടിക്ക് സാധ്യത ഉണ്ട് എന്നാണ് വിലയിരുത്തലെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ പിണറായി സർക്കാരിനെ മോദിയും പ്രകീർത്തിച്ച ശശി തരൂരിനെ അതിരൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് മുഖപത്രം വീക്ഷണം രംഗത്തെത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുതെന്ന് പറയുന്നു. വെളുപ്പാങ്കാലം മുതൽ വെള്ളം കോരിട്ട് സന്ധ്യയ്ക്ക് കുടമുടയ്ക്കുന്നത് പരിഹാസ്യമാണ് എന്നും മുഖപത്രത്തിൽ പറയുന്നുണ്ട്. LDF സർക്കാരിനെതിരെ പൊരുതുന്ന കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന രീതി ആത്മഹത്യാപരമാണ് എന്നും വീക്ഷണം തരൂരിനെ ഓർമ്മിപ്പിക്കുന്നു. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മോദിയെ പ്രശംസിച്ചതിനെയും നിശിതമായി വിമർശിക്കുന്നുണ്ട്. വ്യവസായങ്ങളെ വെള്ള പുതപ്പിച്ചവർക്ക് വിശുദ്ധ പത്രം നൽകുന്നത് ആരാച്ചാർക്ക് അഹിംസ അവാർഡ് നൽകുന്നത് പോലെയാണെന്നും വിമർശനമുണ്ട്. അനാവശ്യ വിവാദം സൃഷ്ടിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് കുരുതി കൊടുക്കരുതെന്നും മുഖപ്രസംഗത്തിൽ പറഞ്ഞു. എന്തായാലും ശശി തരൂരും സച്ചിൻ പൈലറ്റും പറയുന്ന ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കോൺഗ്രസിലെ ഉന്നതരായ നേതാക്കൾക്ക് പലർക്കും കോൺഗ്രസിന്റെ ആ ഒരു തിരിച്ചുവരവിലുള്ള സകല പ്രതീക്ഷകളും മങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് കർമ്മ.